ഗവൺമെന്റ് LPS വെള്ളനാട് ഓൺലൈൻ കലോത്സവം അരങ്ങ് 2020 ഒന്നാം ക്ലാസിന്റെ കഥാകഥന മത്സരമാണ് ഈ വേദിയിൽ നടക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനൊരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് കാക്കയുടെ പൊങ്ങച്ചം. ഒരിക്കൽ ഒരു കാക്ക എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല പീലി വിടർത്തി ആടുന്ന മയിലുകളെ കാക്ക കണ്ടത്. കാക്കയ്ക്ക് ഉള്ളിലൊരു മോഹം തോന്നി. ഞാനും ഇങ്ങനെയാണെങ്കിൽ എന്തു മനോഹരമായിരുന്നു. എന്നെ കാണാനും കൊള്ളില്ല, എന്റെ സ്വരമാണെങ്കിലോ കേൾക്കാനും കൊള്ളില്ല. കാക്കയ്ക്കും മയിലുകളെ പോലെ ആവാൻ കൊതി തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ മയിലുകളെല്ലാം പറന്ന് ദൂരേക്ക് പോയി. കാക്കയുടെ മയിൽപ്പീലി കടക്കുന്നത് കണ്ടു. കാക്ക പറന്ന് ചെന്ന് മയിൽപ്പീലി എല്ലാം കൊത്തിയെടുത്ത് പലപ്രിയലായി പിടിപ്പിച്ചു വെച്ചു. കാക്ക സ്വയം ഒന്ന് നോക്കുമ്പോൾ കാക്കയുടെ പിരിയെന്നേ തോന്നുമ്പോഴോ കാക്ക വിചാരിച്ചു, താൻ സുന്ദരിയായത് മറ്റുള്ള കാക്കകളെ കാണിക്കാം. അവൾ പറന്ന് ചെന്ന് മറ്റുള്ള കാക്കകളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെന്നെ നോക്കൂ, നിങ്ങളെക്കാട്ടിൽ എന്ത് സുന്ദരിയാണ് ഞാൻ. അവർ അത്ഭുതത്തോടെ നോക്കുന്നു. ഇത് കാക്ക തന്നെയാണോ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവിടെയൊന്നും. കാക്കയാണെങ്കിലോ പൊങ്ങച്ചം പറയാൻ തുടങ്ങി. താൻ സുന്ദരിയാണെന്ന് കരുതി എന്തെല്ലാം കാട്ടിക്കൂട്ടി വെച്ചെന്ന് കാക്കയ്ക്ക് തന്നെ അറിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ നല്ല ശക്തമായ കാറ്റ് വീശി. കാക്കയുടെ പുതുതായിട്ടിരുന്ന പീലികളെല്ലാം പറന്ന് ദൂരേക്ക് പോയി. കാക്ക ഇപ്പോ പഴയ കാക്ക തന്നെയായി. കാറ്റ് പോയി. കാക്ക നോക്കുമ്പോ പീലിയൊന്നുമില്ല. കാറ്റത്ത് പറന്നു പോയി. മറ്റുള്ള കാക്കയെ കളിയാക്കി ചിരിച്ചു. കാക്ക നാണം കെട്ട് ദൂരേക്ക് പറന്നു പോയി. കൂട്ടുകാരെ, കാക്കയ്ക്ക് പൊങ്ങച്ചം പറയണമായിരുന്നു? വേണ്ട. മറ്റുള്ളവർ ശ്രമിക്കണമായിരുന്നു? വേണ്ട. നമ്മൾ തന്നെ ആവാൻ ശ്രമിക്കണം. മറ്റുള്ളവർ ശ്രമിക്കരുത്. നന്ദി. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആനയും തൈക്കാരനും. ഒരിടത്ത് ഒരു ആനയുണ്ടായിരുന്നു. ആനക്കാരൻ ദിവസവും ആനയെ ആറ്റിൽ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. അവിടെ ഒരു തൈക്കാരൻ ഉണ്ടായിരുന്നു. തൈക്കാരന് ആനയെ വളരെ ഇഷ്ടമായിരുന്നു. ദിവസവും തൈക്കാരൻ ആനയ്ക്ക് പഴം കൊടുക്കുമായിരുന്നു. ഒരു ദിവസം തൈക്കാരനോട് കുസൃതി തോന്നി. ആന പഴം വാങ്ങിക്കാൻ വന്നു. തുമ്പിക്കല്ലിൽ സൂചി കൊണ്ടൊരു കുത്തു കൊടുത്തു. അപ്പോൾ ആനയ്ക്ക് നല്ല വിഷമമായി. അതുകൊണ്ട് ആന തിരിച്ചു പോയി. അതുകൊണ്ട് ആന വിചാരിച്ചു തൈക്കാരനൊരു പാഠം പഠിപ്പിക്കണമെന്ന്. ആന കുളിച്ചോണ്ടിരുന്ന സമയത്ത് തുമ്പിക്കൈയിൽ നിറയെ വെള്ളം എടുത്ത് തൈക്കന്റെ മുഖത്തും തച്ചു വെച്ച തുണിയിലും ദേഹത്തത്രയും വെള്ളം ചീറ്റിക്കൊടുത്തു. അപ്പോൾ തൈക്കാരന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ആന ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിലുള്ള ഗുണമാണോന്ന് ആരെയും വെറുതെക്കാനും പാടില്ല, വിഷമിക്കാനും പാടില്ല. നന്ദി. സദസ്സിന് നമസ്കാരം. ഞാനിവിടെ ഒരു ചെറിയ കഥയാണ് പറയാൻ പോകുന്നത്. എന്റെ അച്ഛനും അമ്മയും കുഞ്ഞായിരുന്നപ്പോൾ മുതൽ കേട്ടിട്ടുള്ള കഥയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ എന്നെ ഉറക്കാൻ പറഞ്ഞു തരുന്ന കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആ കഥയുടെ പേരെന്താണെന്നറിയാമോ? ഓട്ട മത്സരം. പണ്ട് രാമച്ചേട്ടനും മുയലച്ഛനും ഉണ്ടായിരുന്നു. അവർ ഉറ്റ ചങ്ങാതിമാരുമായിരുന്നു. അവർ ഒരു ദിവസം ഓട്ട മത്സരം വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ ഓട്ട മത്സരം തുടങ്ങി. മുയലച്ഛൻ അതിവേഗം ഓടി. ആമച്ചേട്ടൻ പമ്മി ഇഴയാനും തുടങ്ങി.
വഴിയിലായിരുന്നു കുറുക്കൻ നടന്നു വന്നത്. കുറുക്കൻ ഉത്തരം നടന്നപ്പോൾ കുറുക്കന് വിശപ്പും തോന്നി, ദാഹവും തോന്നി. അപ്പോൾ എല്ലായിടത്തും നോക്കി, പക്ഷെ കിട്ടിയില്ല. കുറുക്കൻ മുന്നോട്ട് പോയി. അപ്പോൾ അതാ മുന്തിരിക്കൊല മരത്തിൽ തൂങ്ങിക്കിടക്കണം. കുറുക്കന് അല്ലാതെ സന്തോഷമായി. കുറുക്കന് വാക്കകത്ത് വെള്ളം മൂടി. കുറുക്കൻ ചാടി ചാടി എടുക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. വീട് ശ്രമിച്ചു, വീണ് കിട്ടിയില്ല. അങ്ങനെ കുറുക്കൻ എന്റെ സമയം കളയുന്നതിന് അങ്ങനെ പറഞ്ഞോട് കുറുക്കൻ നടന്നു പോയി. അപ്പോൾ കുറുക്കൻ പറഞ്ഞ്, ഈ മുന്തിരി പുളിപ്പായിരിക്കും, മധുരവും ഇല്ല. അങ്ങനെ കുറുക്കൻ മുന്നോട്ട് പോയി. കുറുക്കന് ആ മുന്തിരി ചിന്ത തന്നെയായിരുന്നു. എന്തിനായി ആലോചിക്കുന്നത്? മധുരവുമില്ല, പുളിപ്പുമാണ്. അങ്ങനെ പറഞ്ഞാണ് കുറുക്കൻ മുന്നോട്ട് പോയി. ഈ കഥയിൽ നിന്ന് എന്തിനു മനസ്സിലാക്കാം നമുക്ക്? കിട്ടാത്ത മുന്തിരി കുടിക്കും. നന്ദി. നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ശക്തിമാനെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താം. പണ്ടൊരിക്കൽ ഒരു ആട്ടിൻകുട്ടി ഇളം പുല്ലുകൾ തേടി വയലിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് അവസാനം ഒരു കാട്ടിലാണ് അവൻ ചെന്നെത്തിയത്. കാടിന്റെ പച്ചപ്പ് അവന് വളരെ ഇഷ്ടമായി. അതിനാൽ അവൻ കാടിനുള്ളിലേക്ക് കടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും തന്റെ വഴി തടഞ്ഞു നിൽക്കുന്ന ഉഗ്രനായ ഒരു പുലിയെ അവൻ കണ്ടെത്തി. മനുഷ്യൻ താമസിക്കാത്തടത്ത് ഒരു വേട്ടുമൃഗത്തെ കണ്ട് പുലി വളരെ അത്ഭുതപ്പെട്ടു. സ്വാദിഷ്ടമായ ഭക്ഷണം തരുമായല്ലോ എന്നോർത്ത് പുലിക്ക് വളരെ സന്തോഷമായി. ആട്ടിൻകുട്ടിയുടെ മേൽ ചാടി വീണ് അതിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പുലിക്ക് ഉറപ്പായിരുന്നു. ആട്ടിൻകുട്ടിയെ കൊല്ലുന്നതിനു മുമ്പായി അതിനോട് അല്പ സംഭാഷണം നടത്താമെന്ന് പുലി തീരുമാനിച്ചു. എന്താണ് നിന്റെ പേര്? പുലി ചോദിച്ചു. ഉന്നത ശക്തിമാൻ എന്നാണ് എന്റെ പേര്. വളരെ ഭയന്നിട്ടാണെങ്കിലും മനസാന്നിധ്യവും തന്റെ ഇടവും നഷ്ടപ്പെടാതെ ആട്ടിൻകുട്ടി പറഞ്ഞു. എന്താണ് നിന്റെ തലയ്ക്ക് മുകളിൽ? അത് വാളും കുന്തവുമാണ്. ഇര തേടുന്ന കാട്ടുമൃഗങ്ങൾ എന്നെ കൊല്ലാൻ വരുമ്പോൾ അവരെ കുത്തിക്കൊല്ലാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പുലിക്ക് ശരിക്കും പേടിയായി. അവൻ കഴിയാവുന്നത്ര വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോയി. പുലി കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും അവനൊരു കുറുക്കനെ കണ്ടുമുട്ടി. സൂത്രക്കാരനായ കുറുക്കൻ പുലിയോട് ചോദിച്ചു, എന്റെ പൊന്നു രാജാവേ, അങ്ങനെയാണ് ഇത്രയും വേഗത്തിലിടുന്നത്? എന്താണ് പ്രശ്നം? അങ്ങനെയാണ് ഇത്രയും ഭയപ്പെടുന്നത്? പുലി കിതച്ചുകൊണ്ട് പറഞ്ഞു, ആട്ടിൻകുട്ടി, അവൻ എന്നെ കൊല്ലാൻ വരുന്നു. അവന്റെ കയ്യിൽ മാരകമായ വാളും കുന്തവും ഉണ്ട്. സൂത്രക്കാരനായ കുറുക്കൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വെറും ഒരു ആട്ടിൻകുട്ടിക്ക് കരുത്തനായ പുലിയെ എങ്ങനെ കൊല്ലാനാ? അവനങ്ങെ വാക്കുകൾ കൊണ്ട് വിഡ്ഢിയാക്കിയതാവും. വെറും ഒരു ആട്ടിൻകുട്ടിയെ അങ്ങ് ഭയപ്പെടരുത്. അവൻ അങ്ങയോട് നുണ പറഞ്ഞിരിക്കുന്നു. അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ വേണം. അങ്ങയ്ക്ക് പേടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. പുലി കുറുക്കനോട് ചോദിച്ചു, നീ ആട്ടിൻകുട്ടിയെ കാണുമ്പോൾ എന്നോട് ഉപേക്ഷിച്ച് ഓടിപ്പോകുമോ? ഓ ശക്തനായ പുലിയെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഓടിപ്പോവാതിരിക്കാൻ നമുക്ക് പരസ്പരം പാൽ കൂട്ടിക്കെട്ടാം. പുലി ഇതിന് സമ്മതിച്ചു. രണ്ടുപേരും പരസ്പരം പാൽ കൂട്ടിക്കെട്ടി. ഇതിനുശേഷം പുലി ആട്ടിൻകുട്ടിയെ ആദ്യം കണ്ട സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. പുലി അവിടെ ചെന്നപ്പോൾ ആട്ടിൻകുട്ടി അവിടെ സുഖമായി പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആട്ടിൻകുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, രണ്ടുപേരും വന്നല്ലോ. ഇപ്പോൾ എനിക്ക് ശരിക്കും വിശക്കുന്നു. അങ്ങയുടെ മാംസം എനിക്ക് നല്ല സദ്യയായിരിക്കും.
വിഡ്ഢിയായ പുലി ആട്ടിൻകുട്ടിയുടെ വാക്കുകൾ കേട്ട് പേടിച്ച് വിറച്ച് അവിടെ നിന്നും വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഓട്ടം നിർത്താൻ പുലിയോട് കുറുക്കൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള ക്ഷമ പുലിക്കുണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം പുലി ഓടിയപ്പോഴേക്കും തന്റെ കിടപ്പ് മാറ്റാനായി നിന്ന പുലി സ്വയം പറഞ്ഞു, വിഡ്ഢിയായ കുറുക്കൻ, ഇവ മൂലം എന്റെ ജീവനും കൂടി നഷ്ടപ്പെട്ടേനെ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ശക്തി കൊണ്ട് മാത്രം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് ബുദ്ധിയും മനസാന്നിധ്യവും തക്ക സമയത്ത് ഉപയോഗപ്പെടുത്തണം. നന്ദി. നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് കാക്കയുടെ ബുദ്ധി. ഒരിടത്തൊരിടത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നു. അവളുടെ പേര് കാവതി. അവൾക്ക് ചുറ്റി നടക്കാൻ വളരെ ഇഷ്ടമാണ്. അവൾ ഒരു ദിവസം ചുറ്റി നടന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ദാഹം തോന്നി. അവൾ എല്ലായിടത്തും നോക്കി. അപ്പോൾ എല്ലായിടത്തും വെള്ളമില്ലാതെ കിടക്കുന്നു. അവൾ കുറച്ച് ദൂരം കൂടി പറന്നു. അവൾക്ക് ഒരു കുഞ്ഞു കുളത്തിൽ അടിയേറ്റത് കുറച്ച് വെള്ളമേ അവൾ കണ്ടുള്ളൂ. അവളുടെ കൊക്ക് കൊണ്ട് അവൾ കുടിക്കാൻ വേണ്ടി നോക്കി. പറ്റിയില്ല. അവളുടെ അടുത്ത് കുറച്ച് കല്ല് കിടക്കുന്നത് കണ്ടു. അവൾക്കൊരു ബുദ്ധി തോന്നി. അവൾ കല്ല് വാരി കുളത്തിലേക്ക് ഇട്ടു. അപ്പോൾ അവൾക്ക് വെള്ളം പൊങ്ങി വന്നോ? അതെ, അവൾ വെള്ളം കുടിച്ച് പറന്നുപോയി. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? ബുദ്ധിയോടെ പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ്. നന്ദി. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പരുന്തിന്റെ സ്നേഹം. ഒരിടത്ത് ഒരു നായാട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം നായാട്ടിനിറങ്ങിയപ്പോൾ ഒരു പരുന്തിനെ കിട്ടി. അയാൾക്ക് സന്തോഷമായി. അങ്ങനെ പരുന്ത് അതിന്റെ വലിയ വാ തുറന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട നായാട്ടുകാരന് വിഷമം വന്നു. അങ്ങനെ ഒരു മതിൽ കയറിയിരുന്നു നായാട്ടുകാരൻ. എന്നിട്ട് അതിനെ തലയിൽ തലോടി. എന്നിട്ട് അതിനെ വെറുതെ വിട്ടു. അങ്ങനെ പരുന്ത് ഒരു മരക്കൊമ്പിൽ ഇരുന്നിട്ട് ആലോചിച്ചു, എന്നെ വെറുതെ വിട്ട കാരണം എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നായാട്ടുകാരൻ ഇരുന്ന് മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടു പരുന്ത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയിരുന്ന തൊപ്പിയും എടുത്ത് പരുന്ത് പോയി. അപ്പോൾ അതിന്റെ പിറകെ നായാട്ടുകാരൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു. അങ്ങനെ മതിലിടിഞ്ഞു വീഴുന്നതായിട്ട് ശബ്ദം കേട്ടു. അപ്പോഴാണ് മനസ്സിലായത് പരുന്ത് സായം ചെയ്തതാണെന്ന്. അപ്പോൾ രണ്ടുപേരും നന്ദി പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഗുരുക്കന്മാരെ, ഞാനിവിടെ പറയാൻ പോകുന്നത് അനുസരണശീലത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ്. ഈ കഥയുടെ പേര് പാഠം പഠിച്ച മാൻകുട്ടി. പണ്ടൊരു കാട്ടിൽ ഒരു അമ്മമാനും ഒരു കുഞ്ഞുമാനും ജീവിച്ചിരുന്നു. ഒരു ദിവസം വെള്ളം കുടിക്കാനായി അവർ ഭംഗിയുള്ള തടാകക്കരയിലെത്തി. തുള്ളിച്ചാടി ഇറങ്ങാനൊരുങ്ങിയ കുഞ്ഞുമാനിനോട് അമ്മ പറഞ്ഞു, കുഞ്ഞേ, ഈ ഭംഗിയുള്ള തടാകത്തിന്റെ ആഴം നിനക്കറിയില്ല. അതുകൊണ്ട് ഇതിൽ ഇറങ്ങരുത്. അമ്മയില്ലാത്തൊരു ദിവസം കുഞ്ഞുമാൻ അമ്മയുടെ വാക്കു കേൾക്കാതെ തടാകത്തിലേക്ക് ഇറങ്ങി. മുങ്ങിത്താഴ്ന്ന മാൻ ഉറക്കെ കരഞ്ഞു, ദൈവമേ, എൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നു. ഈ കഥയിൽ
നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും മുതിർന്നവരും പറയുന്നത് അനുസരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ദാഹിച്ചു വലഞ്ഞ കാക്ക. ഒരിടത്തൊരു കാക്ക ഉണ്ടായിരുന്നു. ആ കാക്ക പറന്നു വന്നപ്പോൾ കാക്കയ്ക്ക് വെള്ളം ദാഹിച്ചു. അപ്പോൾ കാക്ക എല്ലായിടത്തോട്ടും നോക്കി. അപ്പോൾ ഒരു വീട് കണ്ടു. ആ വീടിന്റെ അടുത്തേക്ക് കാക്ക പറന്ന് വന്ന്. എന്നിട്ട് കാക്ക നോക്കിയപ്പോ ഒരു കുടം കണ്ടു. ആ കുടത്തിന്റെ അടുത്തേക്ക് പോയപ്പോ കുടത്തിന്റെ അടുത്തേക്ക് പോയപ്പോ ആ കുടത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. എന്നിട്ട് കാക്ക ചുറ്റും നോക്കിയപ്പോ ഒരു കല്ല് കിടക്കുന്നു. അപ്പോൾ ആ കാക്ക കല്ലുകൾ കൊത്തി അതില് ഇട്ടു, കുടത്തി ഇട്ടു. എന്നിട്ട് കാക്ക വെള്ളം കുടിച്ച് ദാഹമെല്ലാം മാറ്റി ആ വഴിയെ പോയ മറ്റു കിളികൾക്കും കാക്ക വെള്ളം കൊടുത്തു. ആ കിളികൾ കാക്കയെടുത്ത് നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് പൊൻമുട്ടയിടുന്ന താറാവ്. ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു താറാവ് ഉണ്ടായിരുന്നു. ആ താറാവ് ഒരു ദിവസം ഒരു സ്വർണ്ണമുട്ട ഇട്ടു. ആ സ്വർണ്ണമുട്ട വിറ്റപ്പോൾ കർഷകന് കുറച്ച് പൈസ കിട്ടി. അങ്ങനെ താറാവ് ഓരോ ദിവസം മുട്ടയിടാൻ തുടങ്ങി. അതുകൊണ്ട് കർഷകൻ ചന്തയിൽ വിറ്റ് കുറെ പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ കർഷകൻ ചിന്തിച്ചു, ഇതിന്റെ വയറ് കീറിയാൽ ഇതിനും മുട്ട കിട്ടും. അപ്പോൾ കർഷകൻ താറാവിന്റെ വയറ് കീറി. അപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് കർഷകന് തന്റെ മണ്ടത്തരം മനസ്സിലായത്. കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം